OP ബഹിഷ്കരിച്ചുള്ള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ സമരത്തിൽ വലഞ്ഞ് ജനം. സമരത്തെക്കുറിച്ച് അറിയാതെ നിരവധി രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സ തേടിയെത്തിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താതെ വിട്ടുനിൽക്കും എന്നാണ് KGM-CTയുടെ മുന്നറിയിപ്പ്. ഇപ്പോൾ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞതാണ് സമരമാണെന്ന്. ആരെങ്കിലും കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇന്ന് കാണിക്കാൻ വന്നത് OP ഇന്ന് ബുധനാഴ്ചയല്ലേ, അങ്ങനെ വന്നതാ. ഇപ്പോൾ ഇവിടെ 6 മണിക്ക് ഒന്നാണ് ഡോക്ടർ സമരം ഇവിടെ ഇരിക്കുക. ജോലിക്ക് പോകുന്നിടത്ത് ലീവ് എടുത്ത് ഇന്ന ഡേറ്റിന് വരണമെന്ന് പറഞ്ഞ് വന്നതാണ്. എങ്കിൽ എന്തിനാണ് ഇവർ ഈ ഡേറ്റിനെ എഴുതി തന്നത്? സിസ്റ്റർമാർ പറയുന്നത് ഡോക്ടർ വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയിപ്പൊന്നും കിട്ടിയില്ലെന്ന്. KGM-CTയെ 2 ആഴ്ചയായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഇന്നും OP ബഹിഷ്കരണം. ഇതോടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എത്തിയ രോഗികൾ വലഞ്ഞു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പലരും ഡോക്ടർമാരില്ലെന്ന വിവരം അറിഞ്ഞത്. സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും ഗതികേട് കൊണ്ടാണ് സമരത്തിനിറങ്ങിയതെന്നും KGM-CTയെ. ഞങ്ങൾ തന്നെ സമരത്തിനിറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഗതി കെട്ടിട്ടാണ്. വേറെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ആ ആവശ്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനോ ഒന്നും സർക്കാർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും ഞങ്ങൾ മാക്സിമം ജനങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകണം എന്ന് വെച്ചാണ് ഞങ്ങൾ ഇത്രയും ഇത് നീട്ടിക്കൊണ്ടുപോയത്. എൻട്രി കേഡറിലുള്ള ശമ്പളത്തിലെയും പ്രൊമോഷൻ കാലയളവിലെയും അപാകത പരിഹരിക്കുക, 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമുള്ള തസ്തികകൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഡോക്ടേഴ്സിന്റെ പ്രധാന ആവശ്യങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.